ഈ കേക്ക് കണ്ടോ, ഈ കേക്ക് നമുക്ക് വീട്ടിൽ നമുക്ക് കുട്ടികൾക്കും നമുക്ക് അത്യാവശ്യത്തിന് കഴിക്കാൻ മധുരം കുറച്ചൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കായത്. വലിയ കഷ്ടപ്പാടില്ലാതെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. മിക്സി എടുക്കണ്ട, കുറേ പാത്രങ്ങൾ എടുക്കണ്ട, ഒന്നും വേണ്ട. 2 പാത്രങ്ങൾ മാത്രം മതി. ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് 2 ഗ്ലാസ് മാവ്, 3 ഗ്ലാസ് മാവ് എടുക്കുക. നമ്മുടെ മധുരം അനുസരിച്ച് നമുക്ക് മധുരം ഇടുക. സോഡാപ്പൊടി, ഒരു ഇച്ചിരി ശകലം ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, ഇത്രയും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഒരു ചീനിച്ചട്ടിക്കകത്ത് പഞ്ചസാര എടുത്ത് നല്ലോണം തേൻ്റെ കളറാവുന്നത് വരെ ആക്കിയെടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. കാരണം ഇത് കലങ്ങി കിട്ടാനുള്ളൊരു അറിവ് നമുക്കുണ്ടാവുമല്ലോ. അത്രയും ഒഴിച്ച് അതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ്, കറുത്ത മുന്തിരി, ഈത്തപ്പഴം എല്ലാം കൂടെ കഴുകി വാരിയ ഒരു 2 പട്ട, 2 ഗ്രാമ്പു, ഇത്രയും കൂടെ ആ പഞ്ചസാര ലായനിക്കകത്ത് ചൂടോടെ തന്നെ ഇട്ട് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഈ മാവെല്ലാം അരിച്ച് നമ്മൾ വന്നിട്ട് ഈ പഞ്ചസാര ലായനി തന്നെ ഇതിനകത്തോട്ട് എടുത്ത് ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ഇച്ചിരി നെയ്യ് പുരട്ടിയിട്ട് ഇതിനകത്ത് കുറച്ച് ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഇത് കലക്കി വരും ഇത് എടുത്തൊഴിക്കുക. അല്ലാതെ വിനാഗിരിയോ അല്ല തൈരോ അങ്ങനെ ഒന്നും ചേർക്കണ്ട. നല്ല പഞ്ഞി കണക്കിരിക്കുന്ന കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു കുഴപ്പമില്ല. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് മറ്റൊന്നിനും ഉണ്ടല്ലോ, നമുക്ക് കഴിക്കാനല്ലേ. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ കേക്ക് നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി കുട്ടത്തിനകത്ത് കുറച്ച് വെള്ളം വെച്ചോ അല്ലെങ്കിൽ വെള്ളം വെച്ചും ഉണ്ടാക്കാം. ഇഡ്ഡലി കുട്ടൻ ചൂടാക്കി ഒരു ചെറിയൊരു വളയം വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു സ്റ്റീൽ പാത്രം വെച്ച് ഒരു 45 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അത് പിന്നെ ഓഫ് ചെയ്തിട്ട് അതേ കണക്ക് വെച്ചിരുന്നാൽ മതി. തണുക്കുമ്പോൾ തുറന്ന് നോക്കിയാൽ നല്ല കേക്ക് കട്ട് ചെയ്ത് നമുക്ക് ആവശ്യാനുസരണം ഉള്ളവർക്ക് കഴിക്കാം. ഇത് ഞാൻ മധുരം കുറച്ചായിട്ടേക്കുന്നത്. ഞാൻ നല്ല മധുരത്തിൽ എടുക്കേണ്ടവർക്ക് നല്ല മധുരത്തിലും എടുക്കാം. ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ. ഞാൻ വൈനും അതേ കണക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇനി അടുത്ത ദിവസം പറഞ്ഞുതരാം.